മനുഷ്യൻ പ്രകൃതിയോട് മോശമായി പെരുമാറിയതുകൊണ്ട് പ്രകൃതി ഇപ്പോൾ ശിക്ഷ നൽകുകയാണ് എന്ന് ചിന്തിക്കുന്നതും നമ്മൾ സ്വയം വളരെ വലുതാണെന്ന് വിശ്വസിക്കുന്നതിന് തുല്യമാണ്. പ്രകൃതി അത്ര വലുതാണ്, അതിന് നമ്മളെ ശിക്ഷിക്കേണ്ട ആവശ്യമില്ല. പ്രകൃതിക്ക് 273 മുതൽ കോടിക്കണക്കിന് ഡിഗ്രി താപനില വരെ പോകാൻ കഴിയും. ശരിയല്ലേ? സൂര്യന്റെ ഉപരിതലത്തിൽ എത്ര താപനിലയുണ്ടാകുമെന്ന് ചിന്തിച്ചു നോക്കൂ. ഇതിനിടയിൽ വളരെ ചെറിയൊരു പരിധിക്കുള്ളിലാണ് നമ്മളെപ്പോലെയുള്ള കൊച്ചുമനുഷ്യർ ചാടിക്കളിക്കുന്നത്. നമുക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന താപനിലയുടെ പരിധി മൊത്തത്തിൽ 100 ഡിഗ്രി പോലുമില്ല. അതും നമ്മുടെ കയ്യിൽ ഹീറ്റിങ്ങും വസ്ത്രങ്ങളും പലതരം ഉപകരണങ്ങളും സംവിധാനങ്ങളും ഉണ്ടെങ്കിൽ മാത്രം. ഈ വസ്ത്രങ്ങളൊന്നുമില്ലെങ്കിൽ നമുക്ക് പരമാവധി 5 ഡിഗ്രി മുതൽ 25 അല്ലെങ്കിൽ 35 ഡിഗ്രി വരെ മാത്രമേ രക്ഷപ്പെടാൻ കഴിയൂ. പരിധി അതിലും ചെറുതാകും. അപ്പോൾ പ്രകൃതി എന്തു ചെയ്യും? അതിന്റെ ആ താപനിലയുടെ പരിധി അല്പം മുന്നോട്ടോ പിന്നോട്ടോ മാറ്റുകയാണെങ്കിൽ നമ്മൾ ഒന്നിനും കൊള്ളാതെയാകും. പിന്നെ മനുഷ്യന്റെ തെറ്റ് എന്താണ്? പ്രകൃതിയെ ഭോഗിക്കുകയല്ല നിങ്ങളുടെ ജോലി എന്ന് മനുഷ്യൻ മനസ്സിലാക്കുന്നില്ല. ചെറിയൊരു കാര്യത്തെയാണ് ഭോഗിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും കഴിക്കുമ്പോൾ ആ സാധനം നമ്മുടെ വായയുടെ വലിപ്പത്തേക്കാൾ ചെറുതായിരിക്കും. അതുകൊണ്ടല്ലേ കഴിക്കുന്നത്? പ്രകൃതി വളരെ വലുതാണ്, അതിനെ ഭോഗിക്കാൻ കഴിയില്ല. അത് മണ്ടത്തരമാണ്.